എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നുള്ളത് ആലപ്പുഴ ബീച്ചിലാണ്. ആലപ്പുഴ ബീച്ചിൽ മറൈൻ എക്സ്പോ തുടങ്ങിയിരിക്കുകയാണ്. 22-ാം തീയതി മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. ജനുവരി പകുതി വരെ കാണുമെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ തിരക്കും കാര്യങ്ങളും അനുസരിച്ച് അവർ ചിലപ്പോൾ അത് ഡേറ്റ് നീട്ടു, അങ്ങനെ സാധാരണ സംഭവിക്കും. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അടിപൊളിയായിരുന്നു. ഈ വർഷത്തെ എങ്ങനെയാണെന്ന് നമുക്ക് അതിൻ്റെ കയറി അതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം നോക്കാം. കഴിഞ്ഞ വർഷം നല്ല ഒരുപാട് ഫിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കപ്പോൾ ടിക്കറ്റൊക്കെ നോക്കാം, അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം നോക്കാം. കുട്ടികളുടെ റേറ്റും വലിയവരുടെ റേറ്റൊക്കെ എത്രയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ 120 രൂപയാണ് വലിയവർക്ക്. കുട്ടികൾക്ക് 5 വയസ്സിൽ താഴെ ടിക്കറ്റ് ഇല്ല. 5 വയസ്സിന് മേളിൽ അഡൽട്ടിൻ്റെ ചാർജിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഞാനും എൻ്റെ മക്കളുമായിട്ടാണ് മറൈൻ എക്സ്പോ കാണാനായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ അകത്തോട്ട് കയറിയപ്പോൾ ഒരു റോബോട്ടാണ് നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നത്. റോബോട്ട് ഡോഗാണ്. അപ്പോൾ പുള്ളി ഷെയ്ക്ക് ഹാൻഡൊക്കെ നമുക്ക് തന്നു. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ നോക്കി പുള്ളി ഇങ്ങനെ റൗണ്ട്സ് ചെയ്യണം. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡൊക്കെ മേടിച്ച് നമ്മൾ നേരെ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറിയപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ട് 360യിൽ എടുക്കാൻ പറ്റിയൊരു വീഡിയോസാണ്. ഒരാൾക്ക് 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും എൻ്റെ മക്കളുമായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. റീലൊക്കെ ഇടാനായിട്ട് നല്ല രസമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതിലൊന്ന് എൻജോയ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു മിനിറ്റത്തെ വീഡിയോ ആണ്. ഒരാൾക്ക് 50 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ചാർജ് മേടിക്കുക. അപ്പോൾ അവിടെ നേരെ പിന്നെ ഞങ്ങൾ വന്നത് റോബോട്ടിൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ ഹോട്ടലിലൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യുന്ന റോബോട്ടാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ നേരെ നമുക്ക് ഫിഷ് അക്വേറിയത്തിലോട്ടാണ് ഇവിടെ നേരെ കയറി പോകുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നല്ല അടിപൊളി ഫ്ലവറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നല്ലൊരു എൻട്രൻസ് ആണ്. അണ്ടർ വാട്ടർ ടെർമിനൽ കണക്ക് തന്നെയാണ് നമുക്ക് ആ എൻട്രൻസ് ഒക്കെ സെറ്റ് വെച്ചിരിക്കുന്നത്. നല്ല റെസ്റ്റ് എടുത്തോണ്ടിരിക്കും. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ നടന്ന് മക്കളൊക്കെ ഭയങ്കര ഒരു ഹാപ്പി മൂഡിലായിരുന്നു ഫിഷിനെയൊക്കെ കാണാനായിട്ടുള്ള. അവിടെ നേരെ ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ ഇതെല്ലാം ഒരു ഐസ് കണക്ക് എല്ലാം സെറ്റ് ചെയ്ത് കാശ്മീരി മോഡല് പെൻഗിനും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ഇതിനെക്കാട്ടും അടിപൊളിയായിരുന്നു. നമ്മൾ കയറി വരുമ്പോൾ ഒരുപാട് മൃഗങ്ങളും ഒരുപാട് ഐറ്റംസ് സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയില്ല, എങ്കിലും കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു കാണാനൊക്കെ. അപ്പോൾ നമുക്ക് കടലിലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മീനുകളെ കാണാം. ആഴക്കടലിലെ മീനുകളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ മറൈൻ എക്സ്പോ ആലപ്പുഴയിലാണ്.
കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മീനുകളെല്ലാം കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതിനെക്കാട്ടിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അരാപ്പൈമയൊക്കെ ഉണ്ട്, വലിയ ടൈപ്പാണ്. അണ്ടർ വാട്ടർ ടണലിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ് ഇവിടെ. റീലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഇവിടെ നിന്ന് ഒരുപാട് നല്ല വീഡിയോസൊക്കെ എടുക്കാം. ഒരുപാട് പേരറിയാത്ത മീനുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ട് നല്ല ആസ്വദിച്ച് നമ്മൾ പോയതൊരു ഉച്ചസമയമായിരുന്നു. ഉച്ചസമയമായതുകൊണ്ട് തിരക്കുകളൊക്കെ വളരെ കുറവായിരുന്നു. ശനി ഞായറുമാണ് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി വർക്കിംഗ് ഡേയ്സിലെല്ലാം വൈകുന്നേരമാണ്. ഉച്ച സമയമാണ്, തിരക്കുകളൊക്കെ വളരെ കുറവായിരുന്നു. എങ്കിലും അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. വെക്കേഷൻ ആയതുകൊണ്ടായിരുന്നു അത്യാവശ്യം തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുറേ അലങ്കാര മത്സ്യങ്ങളുണ്ടായിരുന്നു. ഗോൾഡ് ഫിഷ്, അതിനൊക്കെയുള്ള ഒരുപാട് നല്ല വെറൈറ്റി ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി കളറായിട്ടുള്ള ഫിഷ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഗ്രീനും പിങ്കും ഒക്കെ ആയിട്ട് ഒരുപാട് മിക്സ് ആയിട്ടുള്ള ഒരുപാട് ഫിഷ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. റെഡ്, യെല്ലോ, ഗ്രീൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റി, നല്ല രസമുണ്ട്. ഇഷ്ടംപോലെ മീനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ മത്സ്യകന്യയുടെ അടുത്താണ് വന്നത്. നമുക്കൊക്കെ മത്സ്യകന്യകളെ കൊണ്ട് പോകുന്ന ഒരു രക്ഷയില്ല. അതിലൂടെ ഒരു എഫേർട്ട് ഭയങ്കര നല്ലതാണ് എന്തായാലും.
ഷോപ്പിംഗ് ഏരിയയിലോട്ടാണ്. ഒരുപാട് മസാജിങ്ങിൻ്റെ മെഷീൻസ്, വാക്വം ക്ലീനർ, ലേഡീസിനുള്ള ഡ്രസ്സുകളെല്ലാം, അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ഏരിയ ആണ്. ബാക്കിയുള്ളതെല്ലാം ഫുൾ AC ആണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഫർണിച്ചർ ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. വീട്ടിലോട്ടുള്ള ആവശ്യമായിട്ടുള്ള അലമാര, കട്ടില്, ബെഡ്, ഡൈനിങ് സെറ്റി, പിന്നെ മാറ്റിൻ്റെ ഐറ്റംസ് ആണ്. പിന്നെ പാലക്കാടൻ പന, ചക്കര ഉണ്ടാകും, ചക്കര. നമ്മുടെ വീട്ടിലുള്ള വാഷ് ബേസിൻ്റെ ഒരുപാട് ലൈറ്റ്, കണ്ണാടിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അതുപോലെ വന്നിട്ട് കോഴിക്കോടൻ ഹലുവ, ഒരുപാട് വെറൈറ്റി പപ്പടംസ് ഉണ്ടായിരുന്നു. നല്ല പപ്പടം, കുട്ടികൾക്കൊക്കെ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പപ്പടം. അപ്പോൾ ഈ പപ്പടമെല്ലാം കുറച്ച് വാങ്ങിയിരുന്നു. ഇങ്ങനെയുള്ള എക്സിബിഷനിൽ പോകുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ട് നമ്മൾ കിട്ടുന്നത്. ഷോപ്പിലൊക്കെ ഇത്രയും കൂടുതൽ വെറൈറ്റി കിട്ടുന്ന ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. കൂടുതൽ ഇങ്ങനെയുള്ള എക്സിബിഷനൊക്കെ പോകുമ്പോഴാണ് കാണാറുള്ളത്. ഇത് രാജസ്ഥാൻ്റെ ലേഡീസിനുണ്ട്, ഒരുപാട് ലേഡീസിനുണ്ട്, ജെൻസിനുണ്ട്. ഒരുപാട് നല്ല വെറൈറ്റി ചെരുപ്പുകളുണ്ട്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഒരു 450 രൂപ, 500 ആ റേഞ്ചിൽ വരുന്ന റേറ്റുകളാണ്. കുട്ടികൾക്കുള്ള ചെറിയ നല്ല ഭംഗിയായിരിക്കും. കുട്ടികൾക്കുള്ള ചെറിയ ചെരുപ്പുകളെല്ലാം സെറ്റ് 3 പീസാണ്. അത് സെറ്റ് 10 പീസാണ്. അത് 850 രൂപ. 850. പിന്നെല്ലാം വീട്ടാവശ്യങ്ങൾക്കുള്ള കുറേ സാധനങ്ങളാണ്. കത്തി, കറിക്കറിയാവുന്ന കത്തികളും, നോൺ സ്റ്റിക്ക് പാത്രങ്ങളും, പിന്നെ അപ്പച്ചട്ടികളും, ദോശക്കല്ലും, അങ്ങനെയുള്ള ഒരുപാട് ആയിരുന്നു. പിന്നെ കമ്മൽ, ലേഡീസിൻ്റെ ഒരുപാട് കമ്മലിൻ്റെ ഒരുപാട് വെറൈറ്റീസാണ് കാണാൻ പറ്റിയത്. എല്ലാം ഹാങ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു 40 രൂപ, 50 രൂപ റേഞ്ചിൽ വരുന്ന ഒരുപാട് വെറൈറ്റി ടൈപ്പ് കമ്മലുകളാണ് കാണാൻ കഴിഞ്ഞത്. ഫിഷിൻ്റെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞ് ഇനി ലേഡീസിൻ്റെ ഐറ്റംസും അങ്ങനെയുള്ള കുറേ ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെയാണ്. ഇനി അച്ചാറിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. അച്ചാർ ഐറ്റംസൊക്കെ നോക്കാം. വെറൈറ്റി അച്ചാർ ഹോംമെയ്ഡോ? എല്ലാം ഹോംമെയ്ഡാണ്. നമ്മളെല്ലാം വീട്ടിലുണ്ടാക്കുന്ന ബീഫുണ്ട്, നാരങ്ങയുണ്ട്, മാങ്ങയുണ്ട്, നെല്ലിക്കയുണ്ട്. ബീഫ് വരെ കഴിച്ചില്ലേ? ബീഫോ? നമ്മളോട് മാങ്ങ മാങ്ങയാ മാങ്ങ അവരുടെ राजस्थान होममेड 4 किलो 130 4 किलो 130 50 वैरायटीज 60 वैरायटीज राजस्थान होममेड
ഈ അടുത്തൊരു സെക്ഷൻ മൊത്തം ഫുഡ് കോർട്ടാണ്. ഫുഡിൻ്റെ കുറേ മുളക് ബജി, ഉള്ളിവട, അങ്ങനെയുള്ള കുറേ പൊരി ഐറ്റംസാണ് കൂടുതലുള്ളത്. കഴിഞ്ഞ വർഷം ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഒരുപാട് എല്ലാ ജില്ലകളിൽ നിന്നും അവരുടേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള കുറേ ഐറ്റംസ് ആയിട്ടുള്ള സ്റ്റാളുകളായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങിയാൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് പുറത്തുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ എല്ലാം കണ്ട് കുട്ടികളെല്ലാമായിട്ട് എല്ലാം അടിച്ചു പൊളിച്ചു. ആലപ്പുഴയിൽ വന്ന് തീർച്ചയായിട്ടും ആലപ്പുഴ ബീച്ച് സന്ദർശിക്കുക. കുട്ടികൾക്കെല്ലാം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെടുത്ത് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആലപ്പുഴയിൽ മറൈൻ എക്സ്പോ തുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകൾ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്.